എന്താ സാർ രാവിലെ പരിപാടി? ഡസ്റ്റ്ബിന്നിന്റെ അടുത്ത് കുപ്പത്തൊട്ടിന്റെ അടുത്ത് രാവിലെ പരിപാടി. അവിടെ പോയി നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ അല്ലേ എഴുതി വെച്ചേക്കുന്നേ. ചവിട്ടി തുറക്കാനുള്ള എവിടെ എനിക്ക് അറിയില്ല. ഇതെന്താ സംഭവം? യെസ്. അപ്പൊ നമ്മുടെ ചവറുകളെല്ലാം അതിനകത്തിട്ടു. ആൻഡ് ഇന്ന് നമ്മൾ രാവിലെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈർ ബൈക്ക് അറിയുന്നത് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? ബ്ലഫ്. വി ആർ ഗോയിങ് ടു ബ്ലഫ്. അതായത് നമ്മളെ ലോകത്തിൻ്റെ അവസാനം എന്നൊക്കെ പറയുന്ന പോലെ ന്യൂസിലൻഡിൻ്റെ അവസാനം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കന്യാകുമാരി എന്ന് പറയില്ലേ, കേപ്പ് മുനമ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ബ്ലഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 100-200 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇന്ന് രാവിലെ ഞാൻ വണ്ടി ഓടിക്കാൻ കുറച്ച് നേരം. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് താങ്കൾ വണ്ടി ഓടിച്ചോളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ നൗ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തപ്പിപ്പിടിച്ച് നമ്മളിവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് വന്ന് ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റും ബാക്കിയുള്ള എല്ലാ സംഭവം എന്തൊക്കെ വേണോ എല്ലാ പരിപാടികളും നടക്കും. സൈർ ഭായ് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു വാങ്ങിച്ചു തരും. ഇന്ത്യൻ ഫുഡ് വേണ്ട, എന്താണ് ഇങ്ങനെ വന്നപ്പോ പോലെ ഫുൾ ടൈം നമുക്ക് വല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് വല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? കഴിക്കാം. നമ്മളിങ്ങനെ നടക്കുന്ന കാണുമ്പോഴത്തേക്കും ആൾക്കാർ നോക്കുന്നു. ഇവിടെ ഇങ്ങനെ നടക്കൂല ആൾക്കാർ. അതാണ് ഞാനിങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നോക്കുന്നു, ഞങ്ങളെ ചിരിക്കുന്നു. അങ്ങനെയായിരിക്കും അല്ലേ? എന്നാ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ നടക്കും. ബോളിവുഡ് തുറന്നിട്ടുണ്ടാവില്ലേ? ബോളിവുഡ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് അവേഴ്സ് 11 AM. 11 മണിക്ക് തുറക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ തുറക്കത്തില്ല. എനിക്കറിയാം തുറക്കൂല. ഇന്ത്യക്കാരില്ലെങ്കിൽ അങ്ങനെ തുറക്കൂല. 20 മിനിറ്റ് പൊക്കോണം അവിടെ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സമയം നമുക്ക് 100-300 കിലോമീറ്റർ വണ്ടി ഓടിക്കാനുള്ള. ഒന്നുകിൽ ഇന്ത്യൻ അല്ലെങ്കിൽ ചൈനീസ്, അങ്ങനെ എന്തെങ്കിലും പറ്റുള്ളൂ. വേറെ സമയം ഞാൻ കാണിച്ചു തരാം. കൊക്കക്കോളയുടെ വണ്ടി ഉണ്ടോ? ശരിക്കും ഈ കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്കുകൾ, ഇതുപോലത്തെ ഡ്രിങ്കുകൾ, ഈവൻ മിനറൽ വാട്ടർ ആണെങ്കിൽ പോലും ഇതുപോലെ കവേർഡ് ആയിട്ടുള്ള വണ്ടികളിൽ വേണം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇത് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇതുപോലെയുള്ള പല സംഭവങ്ങളും. അപ്പം മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലുള്ള കവേർഡായിട്ടുള്ള വണ്ടികളിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കാണുന്നത്. ചില കടകളുടെയൊക്കെ മുമ്പിൽ ഈ കൊക്കക്കോള സ്പ്രൈറ്റും മിനറൽ വാട്ടറിൻ്റെ വെള്ളമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ കയറിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ തൂക്കിയിട്ടുന്ന ഒരു കട കണ്ടെങ്കിൽ ഒരിക്കലും ആ സാധനം അവിടെ നിന്ന് വാങ്ങിക്കാൻ പാടില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല. കീപ് അവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ് എന്ന് ഇതിലെല്ലാം എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടേക്ക് കെയർ. ഓ എന്താ സാർ ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുള്ളൂ? ഇപ്പം എന്തെറ്റി? ഇതൊക്കെ എന്താ സാധനങ്ങൾ? ദൈവമേ. ഓണിയൻ ആൻഡ് പർമേസൺ ചീസ് ഓംലെറ്റ്, ആൽമണ്ട് ചീസ് ഓംലെറ്റ്, ബീഫ് ബറീറ്റോ, പോർക്ക് ബെല്ലി, ബേക്കൺ മിൻസ്, ബേക്കൺ കോണ്, ചീസ് റോള്. അടിപൊളി. ഞങ്ങളിവിടെ ആ ബോളിവുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പുറത്ത് സ്പൈസ് കിങ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ സാധനങ്ങൾ വിൽക്കുന്ന കട കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇത് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡാണ് നമ്മൾ വാങ്ങിച്ചത്. ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ എല്ലാ സാധനവും കിട്ടും, പക്ഷെ നല്ല കത്തി റേറ്റാ, കൊല്ലുന്ന റേറ്റാ. സുഷി ഉണ്ട്, സുഷി രാവിലെ. അപ്പോൾ ഞങ്ങൾ അവസാനം തപ്പിപ്പിടിച്ച് വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഫൈനലി സബ്വേയിൽ എത്തിയിരിക്കുകയാണ്. വി വിൽ ബൈ സംതിങ് ഫ്രം ഹിയർ ആൻഡ് വി വിൽ ഈറ്റ്. അവസാനം എന്താണ് ഘോര ചർച്ചയ്ക്ക് ശേഷം സബ്വേയിൽ വന്നിട്ട് സലാഡ് വാങ്ങിച്ചു. കുറേ പച്ചക്കറികളും പിന്നെ 3 പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ചിക്കനാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മുതലാളി ഒരു 6 ഇഞ്ച് സംഭവം വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു സംഭവം അതേപോലെ ഉള്ളത്. എൻ്റെ ഡിഫറൻ്റ് ആണ്. ഈ സബ്വേ, KFC, മക്ഡോണൽസ് ഒക്കെ ഓരോ രാജ്യത്ത് പോയാലും വ്യത്യസ്തമായിരിക്കും. സബ്വേന്ന് ഫുഡ് കഴിച്ചിറങ്ങി. സൈർ ഭായ് എനർജി വന്നോ? സൈർ ഭായ് എനർജി വന്നോണ്ടിരിക്കുന്നു. വന്നില്ല? ഇനി എന്തിനും വേണോ എനർജി വരാൻ? അല്ല, എനർജി വന്നെങ്കിൽ പറയണം. വണ്ടി ഓടിക്കാനുണ്ടേ. ആയിട്ടില്ല. എനർജി വരുമ്പോ പറട്ടോ. അപ്പൊ നമ്മളിപ്പോ ആ സീനിക് റൂട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സീനിക് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കിനി ഏതാനും കിലോമീറ്ററുകൾ ദൂരം നമുക്ക് നമ്മുടെ വലതുവശത്ത് ലേക്ക് വക്കത്തിപ്പു ആണ് കാണാൻ സാധിക്കുക. ആ ലേക്ക് വക്കത്തിപ്പുവിന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോ കുറേ ദൂരം പോകാൻ പോകുന്നത്. ഇത് ശരിക്കും നമ്മളെ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് പോലെ ഉണ്ട് കേട്ടോ. നമ്മളെ ഓസ്ട്രേലിയയിൽ കണ്ട ഗ്രേറ്റ് ഓഷ്യൻ റോഡ് പോലെ തന്നെ. നിങ്ങള് സൈർ ഭായ് ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് പോയിട്ടുണ്ടോ? ഇല്ല. നമ്മള് മെൽബൺ പോയപ്പോഴത്തേക്കിനും അവിടെ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് പോയായിരുന്നു. അടിപൊളി ഒരു സീനിക് റൂട്ടാണ്. അതേപോലത്തെ ഒരു
ന്യൂസിലാൻഡിലെ ഒരു സീനിക് റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലേക്ക് വക്കത്തിപ്പുവിന്റെ സൈഡിൽ കൂടെ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ലൈൻ ഡിറ്റക്ഷൻ സംഭവമുണ്ട്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ലൈൻ മാറി പോവുകയാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് തന്നെ ഇങ്ങോട്ട് ലെഫ്റ്റിലൂടെ തിരിയും. അത് ഭയങ്കര നമ്മൾ കൈ വിട്ടാലും സ്റ്റിയറിംഗ് തന്നെ ലെഫ്റ്റിലോട്ട് മാറും കേട്ടോ. ഇതാണ് ഗുണം, വണ്ടി അങ്ങോട്ട് പോവില്ല. ഇനി നിങ്ങൾ വണ്ടി ഓടിച്ചാൽ പറ്റുള്ളൂ കേട്ടോ, എനിക്ക് പറ്റില്ല. ഫോൺ എവിടെ വെച്ച് തപ്പി എടുക്കുന്നിട്ട് വണ്ടി എടുക്കുക. എനിക്ക് വീഡിയോ എടുക്കണ്ടേ. എന്തായത് നല്ല ഭംഗിയുള്ളൊരു സീനിക് റൂട്ടാണ്. നമുക്ക് ഒരു രക്ഷയില്ലല്ലേ. ആ വെള്ളത്തിന്റെ കളർ നോക്കി. ഇതൊക്കെ ഈ മഞ്ഞുമലകൾ ഉരുകി വന്ന വെള്ളങ്ങളാണ്. അതായത് ഇവിടെ മഞ്ഞുമല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മേളിൽ വിൻ്റർ ആകുമ്പോഴത്തേക്കിനും മഞ്ഞ് വീഴും. ആ മഞ്ഞുമലകൾ ഉരുകി വന്ന് വീഴുന്ന വെള്ളമാണ് നമുക്കിവിടെയുള്ള ലേക്കുകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. നമ്മൾ മിൽഫോർഡ് സൗണ്ടിൽ പോയപ്പോൾ കണ്ടില്ലേ, അതേപോലത്തെ സംഭവം. ഫോൺ കിട്ടിയാ? വെരി ഗുഡ്. എവിടെ പോണേ? എന്താ സൈർ ഭായി, എന്താണ് പറ. ഉറക്കം വന്നില്ലെങ്കിലേ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ മതി, അപ്പൊ ഉറക്കം വരും. വെരി ഗുഡ്. നല്ല ആളെ കൊണ്ടാ ഞാൻ ട്രിപ്പ് പോകുന്നത്. സൈർ ഭായി നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ, ഭയങ്കര എക്സ്പേർട്ടാ. സൈർ ഭായി വണ്ടി ഓടിക്കുന്നതല്ല വേറെ ആരും വണ്ടി ഓടിക്കൂല അല്ലേ സൈർ ഭായി? 10-300 ഞാൻ തന്നെ ഓടിക്കണല്ലേ, അതിനുവേണ്ടി പറഞ്ഞ മോശമാണ്. ഇത് നമ്മുടെ ന്യൂസിലാൻഡിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് ന്യൂസിലാൻഡിൽ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ലാസ്റ്റ് ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങൾ രണ്ടുപേരുടെ വിസ ഫെബ്രുവരി 1 തീരുകയാണ്. അതുകൊണ്ട് അതിന് മുമ്പ് നമുക്ക് ന്യൂസിലാൻഡ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം ശരിക്കും ഇത്ര നേരം ഞങ്ങൾ വരുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലത്തെ സിമിലർ കാഴ്ചയായിരുന്നു. ഇനി അങ്ങോട്ടാണ് ഭൂപ്രകൃതി മാറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗാർസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഈ 1-2 ഹോട്ടലുകളും പിന്നെ ഒരു ചെറിയൊരു സ്കൂള്, പിന്നെ കുറച്ച് വീട്, ചെറിയൊരു ഗ്രാമം, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. ഇവിടെയൊക്കെ മനുഷ്യരെ കാണാൻ കിട്ടുന്നില്ല അല്ലേ? മനുഷ്യന്മാരെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തോ ഒരു സ്ഥലമാണെന്ന് നോക്കിയേ ഇവിടെ ലോകത്തിങ്ങനെ വെറുതെ കിടക്കുന്നത് അല്ലേ? അത് ഹണി ഷോപ്പ് ലോക്കൽ കം ടേസ്റ്റ് അവർ ലോക്കൽ ഹണി. മനുക്ക ഹണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് സാധനമാണ്. വാങ്ങണോ? മനുക്ക ഹണി എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു സാധനമാണത്. മനുക്ക എന്ന് പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ സാധനം. അത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. മനുക്ക ഹണി വെച്ചുണ്ടാക്കുന്ന, മനുക്കയുടെ സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന കുറേ സോപ്പും അങ്ങനത്തെ പല പല പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇതെന്തത് സുവനീർ ഷോപ്പാ? കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കട. നോക്കൂ എന്തൊക്കെ സാധനങ്ങളാണ്. ഇതൊക്കെ ലോക്കൽ മെയ്ഡ് ഐറ്റംസ് ആണ്. ഇതുണ്ട് ചൂരൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ചൂരൽ വെച്ച് ഇത് പണ്ട് മീൻ പിടിക്കാനാ മറ്റേ ഉപയോഗിച്ചിരുന്ന സാധനമല്ലേ? അങ്ങനത്തെ എന്തോ സാധനമല്ലേ ഇത്? ഇവിടെ ഒരു ഗ്ലോബ് വെച്ചിരിക്കുന്നുണ്ടോ? ഈ ഒരു ഗ്ലോബിന് വില ഇട്ടിരിക്കുന്നുണ്ടോ? $706. ഈ ഒരു സാധനത്തിന് $700. എൻ്റെ പൊന്നെ, എന്നാ വിലയായിട്ടിരിക്കുന്നത്. എനിക്ക് മോഹവിലയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് എഴുതി വെച്ചിരിക്കുന്നത് സൈർ ഭായി ഭാഗ്യം ഇതിന് കുറവാ, $48 ഉള്ളൂ. അയ്യോ, അകത്തൊരു സാധനത്തിൻ്റെയൊക്കെ പ്രൈസ് കണ്ടിട്ടേ. തക്കാളിപ്പെട്ടി $48. ഗാർസ്റ്റൺ സ്റ്റേബിൾസ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏതോ ഒരു വലിയ പ്രമാണിയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ഗാർസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊക്കെ ഓരോ സാധനങ്ങൾ അലമാരയും മറ്റൊക്കെ പൊളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ കപ്പഡോക്കിയിലൊക്കെ കാണുന്ന പോലത്തെ ബലൂണിൻ്റെ വില കണ്ടോ? $398. ഓ മൈ ഗോഡ്, എന്നാ പ്രൈസാന്ന് ചോദിക്കുക. $398 തന്നെ $398 അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ചോദിക്കാവുന്നതേ ഉള്ളൂ, അതിൻ്റെയൊക്കെ വില. പിന്നെ നമ്മൾ ക്യൂബയിലൊക്കെ പോയപ്പോൾ കണ്ട പോലത്തെ ഇതുപോലത്തെ കുറച്ച് വിൻറ്റേജ് കാറുകളുടെ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ഒരു സാധനം വുഡിൻ്റെ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഇതുപോലത്തെ കുറേ കരകൗശല സാധനങ്ങൾ ലോക്കൽ മെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എവിടെ പോയാലും കാണാൻ സാധിക്കും. കൊല്ലുന്ന റേറ്റാണ്, അത് മാത്രം ഭയങ്കര റേറ്റാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ന്യൂസിലാൻഡ് പൊതുവെ. ഈ ഐലൻഡ് പൊതുവെ ക്യൂൻസ്റ്റോൺ പൊതുവെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ കുടിച്ചിട്ട് പോകാം. നല്ല വൈബല്ലേ?
ഇതൊക്കെ ഈ ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത് നമ്മൾ മിൽഫോർഡ് സൗണ്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ ഏതാനും കിലോമീറ്ററോളം മുന്നോട്ട് പോയിട്ട് നമ്മൾ നേരെ പോകും, മിൽഫോർഡ് സൗണ്ട് റൈറ്റ് പോകും. ഇവിടുന്ന് ശരിക്കും ചുറ്റിക്കറങ്ങിയാണ് മിൽഫോർഡ് സൗണ്ട് പോകുന്നത്. 300 കിലോമീറ്റർ ഉണ്ട് മിൽഫോർഡ് സൗണ്ടിലേക്ക് ബൈ റോഡ് പോകണമെങ്കിൽ. ഏകദേശം 5 മണിക്കൂർ യാത്രയും. ആ യാത്രയാണ് നമ്മൾ ആദ്യ ദിവസം 35 മിനിറ്റ് കൊണ്ട് വിമാനത്തിൽ പോയത്. ചേടാ ബൈക്കേഴ്സ്. നമ്മൾ ഹ്യൂൻസ്റ്റണിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മളൊരു ചായക്കട കണ്ടത്. ഇവിടെ ഈ ഗ്രാമത്തിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടാ. നല്ല കച്ചവടമുണ്ട്. പശുവിൻ്റെ തോല് വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ നോക്കി. ഇത് സ്കിൻ ഒറിജിനൽ ആയിരിക്കുമോ സൈർ ബൈ? കണ്ടിട്ട് ഒറിജിനൽ പോലെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല. എന്തായാലും സംഭവം മണമൊക്കെ ഉണ്ട്. ലെതർ എന്തൊക്കെയോ സാധനങ്ങൾ, എന്തൊക്കെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. സാറ് ചായ കുടിച്ച് തീരുന്നവരെ ഞാൻ വണ്ടി ഓടിക്കും കേട്ടോ. തീരില്ലല്ലേ, വെറുതെ തമാശ. അയ്യോ, ഇത് അൺലോക്ക് ചെയ്യാതെ തുറന്നാൽ എങ്ങനെ ശരിയാന്നേ? അൺലോക്ക് ചെയ്യുക, തുറക്കുക. യെസ്, ലെറ്റ്സ് ഗോ നൗ. നമ്മള് വണ്ടി എടുത്തിട്ടേ ഇതുവരെ ഇതിനകത്ത് ഡീസൽ നിറച്ചിട്ടില്ലല്ലോ, നമ്മള് പെട്രോൾ നിറച്ചിട്ടില്ലല്ലോ. അതിനും മാത്രം ഒന്നും ഓടിയില്ല. നമ്മള് പകുതി ടാങ്കി താഴെ നിൽക്കുന്നതേ ഉള്ളു. അതുകൊണ്ടല്ലേ, എനിക്കറിയില്ല. നല്ല മൈലേജ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അപ്പൊ ഗായ്സ്, വണ്ടിക്ക് പെട്രോൾ അടിക്കണം, ഇല്ലെങ്കിൽ വണ്ടി നീങ്ങൂല. അപ്പൊ 91 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 91 എടുത്തു. പിന്നെ എങ്ങനെ ഇതിന്റെ പരിപാടി? 91 അടിക്കുക. പിന്നെ കാശ് കൊടുക്കുന്ന അവിടെ ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ ഇവിടെ. സാറില്ലേ വേറൊരുത്തുള്ള ക്യാഷ് അവിടെ കൊടുക്കാണ്ട് അംശമുണ്ട് കേട്ടോ. 134 അത് നമ്മൾ കൊടുക്കേണ്ടി വരുമോ? ക്ലിയർ കൊടുക്കേ, ക്ലിയർ. അല്ലേ ആ പൈസ എന്താണത്? 91 വെക്ക്. അതില് അടിക്കല്ലേ, അടിച്ചു നോക്കാം. വരുന്നുണ്ടോ നോക്കാം, വെച്ച് നോക്കാം. പരിപാടിയാന്ന് നോക്കിയേ. ഇല്ല, അപ്പൊ ഇതിന് വേറെന്തോ പരിപാടി ഉണ്ട്. അതെന്താ ആദ്യം നോക്കട്ടെ. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡീസൽ അടിക്കുന്ന പരിപാടി നോക്കാം. എന്തോ പരിപാടി ഒരു ഐഡിയ ഇല്ല. ഒരൊറ്റ മനുഷ്യനില്ലാത്ത. എവിടെ? ഇവിടെയോ? പ്രസന്റ് ഓർ ഇൻസേർട്ട് യുവർ കാർഡ്. ഓക്കെ, കാർഡ് ഇൻസേർട്ട് ചെയ്യണം. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താ അവര് ചോദിക്കുന്നത്? താങ്ക് യു, പ്ലീസ് റിമൂവ് യുവർ കാർഡ്. ഓക്കെ ഓക്കെ, 1. എനിക്ക് അത് ഏതാന്ന് ചോദിക്കുന്നത് അല്ലേ? 3. 3. സെലക്ട് ഗ്രേഡ് 91. പ്രോസസിംഗ് നോ, പ്ലീസ് വെയിറ്റ്. എൻ്റർ മൊബൈൽ ഫോർ ഡിജിറ്റൽ റെസിപ്റ്റ്. സ്കിപ്പ് അടിച്ചു. റുപ്യ എങ്ങനെയാണെന്നല്ല. നമ്മള് മാക്സിമം 200 വരെ അടിക്കാൻ പറ്റുള്ളൂ. ഇനി ഇപ്പൊ നമ്മൾ 91 എടുത്തിട്ട് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാം. അങ്ങനെയാണ് പരിപാടി. യെസ്, ആണോ? അതാണ് പരിപാടി. സിമ്പിൾ. നോക്കിയാ ഇവിടെ ഒരു ഒറ്റ മനുഷ്യനില്ലാത്ത പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ മനുഷ്യനില്ലാത്ത പെട്രോൾ പമ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതാണ് ഇവിടെ പല സ്ഥലങ്ങളിലുള്ളത്. അതായത് ലേബർ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം. കാരണം ഇവിടെ ലേബർ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ ലേബർ കോസ്റ്റ് ലേബറും കണ്ടിട്ടില്ല. എത്ര ദൂരം നടന്നിട്ടും യാത്ര ചെയ്തിട്ട് ലേബർ കോസ്റ്റ് കൂടുതലുള്ള രാജ്യങ്ങളിൽ നമുക്ക് മാക്സിമം ലേബർ കോസ്റ്റ് കുറയ്ക്കാം. നമ്മൾ UK-ലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ പെട്രോൾ പമ്പുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പെട്രോൾ പമ്പിന്റെ അകത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ആ സൂപ്പർ മാർക്കറ്റിൽ ഒരു സ്റ്റാഫ് ഉണ്ടാവും. ആ ആളായിരിക്കും ആ സൂപ്പർ മാർക്കറ്റ് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നതും പിന്നെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരുടെ പൈസ നോക്കുന്നതും. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാർഡുള്ളവർ വന്ന് പെട്രോൾ അടിക്കുക, വേണേ പെട്രോൾ അടിക്കുക, ഡീസൽ അടിക്കുക, പോവുക. അതെല്ലാം ഫുള്ളി മോണിറ്റേർഡും ആണ്. വേറെ തരിയുടെ പരിപാടിയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും നടക്കുമൊന്നുമില്ല. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ 25 ലിറ്ററായി. 72, 73, 74 എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഒരു ലിറ്ററിന് $2.7 ആണ് ഒരു ലിറ്റർ 91 പെട്രോളിന്റെ റേറ്റ് എന്ന് പറയുന്നത്. എത്ര ലിറ്ററായി? ഇപ്പൊ നമ്മള് 32 ലിറ്ററായി. ഇതൊക്കെ വല്ല ഉണ്ടാവുകയാണോ? ബിരിയാണി ചെമ്പാ? 2 ടാങ്ക് ഉണ്ടോന്നാവും. എനിക്കൊരു സംശയമുണ്ട്. കേറുന്നുണ്ടല്ലോ അല്ലേ? ഫുള്ളായ പുറത്തോട്ട് വരുമോ? അല്ലല്ലോ, സ്റ്റോപ്പ് ആവാം. ഫുള്ളായോ? ഓക്കെ. അങ്ങനെ 115 രൂപക്ക് ഞങ്ങൾ പെട്രോൾ അടിച്ചു ഗൈസ്. ഇനി ക്യാഷ് ഓട്ടോമാറ്റിക്കായിട്ട് പോയിരിക്കും അല്ലേ? ഇനിയോ? അതെങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. ഇനി നമുക്ക് പോവാലോ. നമുക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് ആദ്യം തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇനിയിപ്പോ മിക്കവാറും പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അത്രേ ഉള്ളു സംഭവം, അത്രേ ഉള്ളു പരിപാടി. കണ്ടില്ലേ, കാർഡ് വരിക, ടാപ്പ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പെട്രോൾ അടിക്കുക. അവരും പറയും കാർഡിന് പൈസ പോയി. എത്ര പോയി?
എത്ര? 200. ബാക്കി തിരിച്ചു വരും. അങ്ങനെ 200 ഹോൾഡ് ചെയ്ത് 116 നമ്മൾ അടിച്ചത്. അപ്പൊ ബാക്കി തിരിച്ചു വരും. നമ്മളിപ്പോൾ ഇൻവർ കാർഗിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇൻവർ കാർഗിൽ ബ്ലഫിനടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എത്താറായപ്പോഴത്തേക്കിനും ഇവിടെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ നിർത്തിയാണ്. അപ്പോൾ പൊട്ടറ്റോസ് ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. 10 കിലോയുടെ ബാഗിന് $15 റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിക്കവാറും പൊട്ടറ്റോ കൃഷി ഉണ്ടാവാം. അപ്പം ഈ വീട്ടുകാരുടെയോ അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ആവാം പൊട്ടറ്റോ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തെങ്കിലും സംഭവം ഉണ്ടാവാം. അപ്പോൾ ഇതെങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരു ബാഗിൽ പൊട്ടറ്റോസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചാക്കിനകത്ത് കണ്ടല്ലേ, അഗ്രിയ പൊട്ടറ്റോസ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കലി ഗ്രോൺ ബൈ സൗത്ത് AG എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് പൊട്ടറ്റോസ് ആണ്. അപ്പം നമ്മളിത് എടുക്കുകയാണെങ്കിൽ എത്ര വേണേൽ എടുത്തുകൊണ്ട് പോകാം. $15 ഈ ഇട്ടിരിക്കുന്ന കുടുക്കകത്ത് ഈ പെട്ടിക്കകത്ത് ഇടുക. ആ പെട്ടി ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് നമുക്കിപ്പം ഒരെണ്ണം എടുക്കുകയാണ് 15 ഇടുക, 2 എടുക്കുകയാണ് 30 ഇടുക, എത്ര വേണേലും എടുത്തുകൊണ്ട് നമുക്ക് ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകാം. അത് പൈസ അതിനകത്ത് ഇട്ടാൽ മതി. സോ ദേ ട്രസ്റ്റ് യു. അതാണ്, നമ്മളെ വിശ്വസിക്കുന്നു ആളുകൾ ആവശ്യമില്ലാതെ എടുത്തുകൊണ്ട് പോവില്ല, പൈസ ഇട്ടിട്ടേ കൊണ്ടുപോകുള്ളൂ എന്നുള്ള വിശ്വാസമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് ആ വീടിൻ്റെ മുമ്പിൽ ഒരു മോട്ടോർ ഹോം പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മോട്ടോർ ഹോമും വിൽപ്പനയ്ക്കാണ്. അതും ഈ പറഞ്ഞ പോലെ. പക്ഷെ അത് നമുക്ക് അങ്ങനെ പൈസ കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അത് ഇട്ട് കൊടുക്കാൻ അവിടെ കൊടുക്കുകയൊന്നും വെച്ചിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പം ഈ വീട്ടുകാരുടെയോ വല്ലതായിരിക്കാം. ഇവിടെ റോഡിൻ്റെ പല സ്ഥലത്തും ഇതുപോലെ വാഹനങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ഫോർ സെയിൽ എന്നും പറഞ്ഞ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് കാഴ്ചകൾ നമുക്ക് ഇതുപോലുള്ള യാത്രകൾ നമുക്ക് കാണാൻ സാധിക്കും. സൈർ ബാങ്ക് പൊട്ടറ്റോ ആണോ? പൊട്ടറ്റോ എനിക്ക് പൊട്ടറ്റോ കഴിച്ച അപ്പ ഗ്യാസ് വരുന്നല്ലേ. ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ്. കണ്ടില്ലേ, മറന്നു വേണതല്ല, അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. മിക്കവാറും ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുമായിരിക്കും. സൈർബായ് മട്ടൺ 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 ഒന്നും വാങ്ങി തന്നില്ലോട്ടോ ഞങ്ങള്. കാങ്കരു ഇവിടെ കിട്ടില്ലല്ലോ. കാങ്കരു ഓസ്ട്രേലിയയിലല്ലേ കിട്ടുള്ളൂ. ഇവിടെ കിട്ടുമായിരിക്കും, എനിക്കറിയത്തില്ല. കാങ്കരു ഓസ്ട്രേലിയ കിട്ടും. ഇവിടെ നമ്മുടെ കിവി കിട്ടും തോന്നുന്നു. നല്ല ബീഫായിരിക്കും ഇവിടുത്തെ. ബീഫാ? റിബ്സാ? ഇവിടത്തെ ബീഫിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മാനിറച്ചി കിട്ടും, മാനിറച്ചി. ഇപ്പൊ നമ്മള് കന്യാകുമാരിക്ക് ഇപ്പുറത്ത് നാഗർകോവിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടത്തെ കന്യാകുമാരിയാണ് ബ്ലഫ്. അതിന്റെ ഇപ്പുറത്തെ ഇൻവർ കാർഗിൽ. കറക്റ്റ്, എല്ലാം അതേപോലെ തന്നെ. നാഗർകോവിലിന് സിമിലർ ആയിട്ടുള്ള പേരായിട്ടുള്ള ഇൻവർ കാർഗിലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡിന്റെ ഒരു എൻഡാണ്. ഈ ഇതിന്റെ അപ്പുറത്ത് ഒരു ഐലൻഡും കൂടെ ഉണ്ട്. നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഐലൻഡിൽ കൂടെ പോകാം. അങ്ങനെ നമ്മൾ ഇൻവർ കാർഗിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി നമുക്ക് നേരെ ബ്ലഫിലേക്ക് പോകാം. ബ്ലഫ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ ഇങ്ങേറ്റത്തെ സദേൺ മോസ്റ്റ് ഏരിയ ആണ്. ഇവിടെ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട്. 19 മിനിറ്റിൽ നമുക്ക് ബ്ലഫ് എത്താൻ സാധിക്കും. നമുക്ക് ഫുഡ് അവിടെ പോയിട്ട് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഫുൾ മെക്ഡൊണാൾഡ്സും KFC അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമാണ് കണ്ടത്. ലൈക്ക് വേറെ ഉണ്ട്, പക്ഷെ ഇവിടെ ഒറ്റ മഞ്ചില്ല. റോഡിൽ ഒറ്റ മഞ്ച് കാണാനില്ല. അതാണ് ഇതിന്റെ സംഭവം. പക്ഷെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ബ്ലഫ് എത്തി ഗൈസ്. ബ്ലഫ് ഇതൊരു വേറെ ലെവൽ സ്ഥലമാണ്. അതേ ഫെറി ഒക്കെ വരുന്നുണ്ട്. ഈ റോഡ് കാണിച്ച് ഇത് നമ്മുടെ ഇത് സ്റ്റൈലല്ലേ, കന്യാകുമാരി എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഫുള്ള് നമ്മുടെ ഹോം സ്റ്റേകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കുട്ടി ഐലൻഡ് വേറെ ഉണ്ട്. ആ ഐലൻഡിലേക്ക് ഫെറി എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ റെസ്റ്റോറന്റ് പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞ് പോലും എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഈച്ച പോലും ഇല്ലാത്ത സ്ഥലം. അതാണ് തോന്നുന്നു ബ്ലഫ്. ഒരു കുന്തവും കാണുന്നില്ല കഴിച്ചു തുടങ്ങും. നല്ല നല്ല കുറെ വീടുകളുണ്ട്, പക്ഷെ റോഡിലെങ്കിലും ഒരൊറ്റ മനുഷ്യനെ കാണുന്നില്ല. അത് എവിടെയും കാണുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു ലാൻഡ് സെൻഡിൽ എത്തിയിരിക്കുകയാണ്. ലാൻഡ് സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിന്റെ ഇങ്ങനെ അറ്റത്തുള്ള സ്ഥലമാണ് ബ്ലഫ് എന്ന് പറയുന്നത്. ഏറ്റവും താഴ്ഭാഗത്തുള്ളത്. ഇവിടെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, സ്റ്റിവാർട്ട് ഐലൻഡ് എന്നോ അങ്ങനെ പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. പക്ഷേ ഐലൻഡിലേക്ക് നമുക്കിപ്പോൾ പോകാനായിട്ട് ഇനിയിപ്പോൾ ഫെറി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ രാവിലെയൊക്കെ വരണമായിരുന്നു. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ഒരു ബോർഡിൽ ലണ്ടൻ 19,000 കിലോമീറ്റർ, പിന്നെ സിഡ്നി 2,000 കിലോമീറ്റർ. അതന്നെ സിഡ്നി ഓസ്ട്രേലിയ ആണല്ലോ. 2,000 കിലോമീറ്റർ. ന്യൂയോർക്ക് 15,000 കിലോമീറ്റർ. ന്യൂയോർക്കും ലണ്ടനും 2 ഭാഗത്തേക്കാണ് ഏകദേശം സെയിം ദൂരം. വെല്ലിംഗ്ടൺ 784 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈൻ ബോർഡുകൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. 4,810 എന്തുവാ, സൗത്ത് പോൾ
ഇവിടുന്ന് സൗത്ത് പോളിലേക്ക് പോകാനായിട്ട് 4000 ചില്ലാനം കിലോമീറ്റർ ആണുള്ളത്. സ്റ്റീവാർട്ട് ഐലൻഡ് അങ്ങോട്ട് പോകണം 35 കിലോമീറ്റർ. അതാണ് ശരിക്കും ന്യൂസിലൻഡിന്റെ അവസാനത്തെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈൻ ബോർഡ് നമുക്ക് ഇവിടെ കാണാം. കൊള്ളാല്ലേ. ഒരു ദിവസം ഞാൻ പോകും സൗത്ത് പോളിലേക്ക്. സൈർ ഭായ് അവിടെ മേളിൽ റെസ്റ്റോറൻറ്റിൽ പോയി വിശന്ന് പെരിഞ്ഞിരിക്കുക. രാവിലെ ഇറങ്ങിയത് ആ സമയം ഇപ്പം എത്ര മണിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30 മണിയായി. രാവിലെ ആ സലാഡ് കഴിച്ചതല്ലാതെ വേറൊരു കുന്തം കഴിച്ചിട്ടില്ല. രണ്ടുപേരും ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ എനർജി എല്ലാം പോയി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലേ എനർജി കിട്ടുള്ളൂ. മുകളിൽ നമുക്കിവിടെ ഒരു ലോഡ്ജ് പോലെ എന്താ കാണാം. ഒരു ബൊട്ടീക്ക് ഹോട്ടലാണ്. വേക്കൻസി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വേക്കൻസി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ റൂം ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ ഇവിടെ ഓയിസ്റ്റർ കോവ് എന്നും പറഞ്ഞുകൊണ്ട് ഇല്ല, ക്ലോസ്ഡാ, പെട്ട് അടച്ചാ. എന്നാ വാ അടുത്ത സ്ഥലം പിടിക്കാം. പെട്ടു ഗൈസ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ്. 4:30 മണിക്ക് ഇവിടെ ആരും വരില്ലല്ലോ. ലഞ്ചിൻ്റെ സമയം 3 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് രാത്രി ഡിന്നറിനെ തുറക്കുള്ളൂ. അതാണ് അവസ്ഥ. ഞാനിവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ബീച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് വൈബ് ഇല്ലാത്തത്. ബീച്ചുള്ള സ്ഥലങ്ങളിൽ ആളുകളൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിലെ വൈബ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ബീച്ച് ഉണ്ടെങ്കിലും ആർക്കും ഇറങ്ങാൻ പറ്റൂല. കാരണം മുടിഞ്ഞ തണുപ്പായിരിക്കും വെള്ളത്തിന്. അന്റാർട്ടിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇൻവർകാർഗിലെത്തി. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എൻറ്റയർലി വേറെ സ്റ്റൈലാണ് ഈ സ്ഥലം. ബോംബെ പാലസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. റോഡിലെങ്കിൽ ഒരൊറ്റ മനുഷ്യനില്ല, ആൾക്കാരൊക്കെ തീരെ കുറവാണ്. നമ്മൾ ഇത്രയും ദിവസം കണ്ടൊരു ന്യൂസിലാൻഡ് അല്ല. ഇവിടെ എൻറ്റയർലി ഡിഫറെൻറ്റ് കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും മറ്റുമൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ. അതുണ്ട്, അതാണ് എവിടെ പോയാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടും. എന്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഹലോ കേസ് മിണ്ടരുത്, ഞാൻ എൻ്റെ വീഡിയോ മിണ്ടരുത്. അവിടെ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഫുഡ് 1 by 1 ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഇത് മസാല പപ്പടമാണ് വന്നിരിക്കുന്നത്. നിനക്ക് വേണോടി മസാല പപ്പടം? വേണോ? നോക്ക് വേണമെങ്കിൽ അപ്പനും പറഞ്ഞോ. അങ്ങനെ ചിക്കൻ ടിക്ക വന്നിരിക്കുകയാണ്. ചിക്കൻ ടിക്ക അതിൻ്റെ മേളിലും അവർ സോസ് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് ടൊമാറ്റോ സോസ് എല്ലാത്തിനും, കെച്ചപ്പ് എല്ലാത്തിൻ്റെ മേളിലിടുന്നുണ്ടല്ലോ. ടൊമാറ്റോ സോസ് ഇടുന്നതെന്ന് പറയാം. എല്ലാത്തിനും ടൊമാറ്റോ സോസ് ഇടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആണോ ചിക്കൻ ടിക്ക വേണോടി? മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ തന്തൂർ ഗ്രില്ല് ചെയ്ത് തന്നേക്കാൻ അത്രേ ഉള്ളൂ. സൂപ്പർ ഹോട്ട് പറയാൻ ഗോവൻ ഫിഷ് കറിയും ചോറും വന്നിട്ടുണ്ട്. ഗോവൻ ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് കണ്ടിട്ട് ബട്ടർ ചിക്കൻ മസാല പോലെ ഉണ്ടല്ലോ. മൊത്തത്തിൽ ഒന്നാണ്, എല്ലാം ഒന്നാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ചായയും വന്നിട്ടുണ്ട്. ചായ, പാൽ ചായ. ഓർഡർ ചെയ്തില്ല? ഇല്ല, എനിക്കിത് മതി. അണ്ട ബട്ടർ ചിക്കൻ മസാല ഇല്ലേ, ബട്ടർ ചിക്കൻ മസാലയുടെ ഗ്രേവിക്കകത്ത് ഫിഷ് പീസ് ഇട്ടിട്ട് ഗോവൻ കറി എന്നും പറഞ്ഞ് കൊണ്ട് തന്നേക്കാം. കോമഡിയാ. ബട്ടർ ചിക്കൻ മസാല പോലെ ആ ഗ്രേവി ഞാൻ എടുത്തു വെച്ചിട്ട് മറ്റേ തന്തൂരി ചിക്കൻ എടുത്തിട്ട് കഴിച്ചപ്പോഴത്തേക്കും ബട്ടർ ചിക്കൻ ടിക്ക മസാല പോലിട്ട്. ഇതെല്ലാം ഒന്നും തന്നെ സാധനം. ഒന്നും കിട്ടായിരുന്നപ്പോഴത്തേക്കും ഇതെങ്കിലും കിട്ടിയില്ല, തന്നെ വലിയ കാര്യം. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഒതൻറ്റിക് ഇന്ത്യൻ ഫുഡെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒതൻറ്റിക് അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, നല്ല ഫുഡായിരുന്നു എന്തായാലും അല്ലേ. വലിയ തെറ്റില്ലായിരുന്നു. ഇതെന്താണെന്നറിയോ, റീസണബിൾ പ്രൈസ്. $67 ആയുള്ളൂ. നമ്മൾ 2 പേര് കഴിച്ചത്, അത്രയും ഫുഡ് കഴിച്ചത്. ഹായ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെള്ളക്കാർക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും റെസ്റ്റോറൻറ്റ്. കാരണം ഇവിടെ ഇന്ത്യക്കാർ വരുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ വെള്ളക്കാർക്ക് സൂപ്പർ ഹോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ കരയുന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ കരഞ്ഞില്ല, ചിരിച്ചു. അപ്പോൾ വെള്ളക്കാർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഇവർ നമ്മുടെ ഇന്ത്യൻ ഫുഡിനെ ഒരു കോണ്ടിനെൻ്റൽ പരുവത്തിലാക്കിയാണ് മിക്ക സ്ഥലങ്ങളിലും സെർവ് ചെയ്യുന്നത്. മധുരിപ്പൊണ്ടൊക്കെ ഉണ്ടാവും, എന്നാലും അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളല്ലോ. അപ്പോൾ അതാണ് സംഭവം. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാനായിട്ട്, അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കണമല്ലോ തിരിച്ച് മൊത്തം. ഇനി ഞാനാ ബോസ്? ഓൾറൈറ്റ്. അപ്പൊ ഇനി നമുക്ക് തിരിച്ചു പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. മുറുക്ക് അടിപൊളി മുറുക്കാട്ടോ. നമ്മൾ രാവിലെ വാങ്ങിച്ചത് എന്തിന്റെ ഹൽദിറാംസിന്റെ ആയിരുന്നു അല്ലേ. വിശപ്പിന് മാത്രം ഒരു കുറവുമില്ല. സൈർബയുടെ കൂട്ടത്തിൽ കൂടി എനിക്കും വിശപ്പ് കൂടി. എന്നാ ചെയ്യാനാന്ന് ചോദിക്കുക, ഞാൻ മര്യാദക്ക് ഡയറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ച് 184 കിലോമീറ്റർ ഉണ്ട്. കണ്ടോ,
184 കിലോമീറ്റേഴ്സ് പോകാനായിട്ട് 2 മണിക്കൂർ 18 മിനിറ്റ് മതി. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വണ്ടിക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ലെയിൻ അസിസ്റ്റ് ഉണ്ട്, പിന്നെ ഈ സംഭവം അതായത് മറ്റേ ഇതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും കാർ പ്ലേയും പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട്. ഉറങ്ങിയാണേലും വണ്ടി ഓടിക്കാൻ ടെസ്ല ഓടിക്കുന്ന പോലെ സിമ്പിളാണ് ഓടിക്കാനായിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. നമ്മൾ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഓടിച്ചാണ്? നമ്മളൊരു 1000 കിലോമീറ്റർ എങ്കിലും ഈസി ആയിട്ട് ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ഇതുവരെ ഓടിച്ചു. നല്ല മൈലേജും ഉണ്ട്. ശരിക്കും ഹുണ്ടായി ടക്സൺ എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ ടൂസോൺ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് ശരിക്കും നാട്ടിൽ ഇത്രയും ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടാവാം. 10-65 ലക്ഷം രൂപ കൊടുത്ത ഫോർച്യൂണറിനകത്ത് പോലും ഇത്രയും ഫീച്ചേഴ്സ് ഇല്ല. എന്തിനാ മുതലാളിയുടെ പോർഷയ്ക്കകത്ത് പോലും ഇത്രയും ഫീച്ചേഴ്സ് ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം 184 കിലോമീറ്റർ ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് തോന്നി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മള് ഇവിടെ ഒരു പാടത്ത് കുറെ മാനുകള്, ഇത് വളർത്തുന്ന മാനായിരിക്കും കേട്ടോ മിക്കവാറും. അവര് ഞങ്ങള് വണ്ടി നിർത്തുമ്പോഴത്തേക്കിനും അറ്റൻഷൻ സീക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു. മാൻ, എന്തോരം മാനം നോക്കിയേ. എല്ലാരും കൂടി ഇങ്ങോട്ട് നോക്കി നിക്കുക. ബാ മക്കളെ ഇങ്ങോട്ട് വാടാ. അയ്യോ സോറി, ഇംഗ്ലീഷ് പറയണം നല്ല മനസ്സിലാവുള്ളൂ. ഹായ് ബേബി, കമോൺ കം ഹിയർ. വാടാ മക്കളെ, കമോൺ കം ഹിയർ. അയ്യോ തിരിച്ചു, നിങ്ങൾ എന്നാ കാണിച്ചാ പേടിപ്പിച്ചേ. ഒരുത്തം തിരിഞ്ഞു ഓടിയപ്പോഴത്തേക്കിനും എല്ലാം കൂടെ ഓടിയല്ല. അവന്മാര് കള്ളന്മാരാ, വിശ്വസിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. അതാണ് എല്ലാം കൂടെ തിരിച്ചോടിയത്. എടാ മക്കളെ വാടാ ഇങ്ങോട്ട് വാടാ, നിന്റെയൊക്കെ ചേട്ടന്മാരാടാ വിളിക്കുന്നത്, വാടാ. എല്ലാം ഓടി വാടാന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് ഓടുന്നേക്ക്. ഷോ എന്ത് ഭംഗിയാന്നൊക്കെ എല്ലാരും കൂടെ ഓടുന്ന കാണാൻ. ഭയങ്കര പാവങ്ങളോ, അതിനൊക്കെ വെടിവെക്കാൻ തോന്നുന്നു. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കല്ലേ. സത്യം, മാനെന്ന് പറയുന്നത് ഭയങ്കര. ഇത് മാൻ തന്നെയാണോ? ഇത് ആട് വല്ലതാണോ? ഇത് മാനല്ല കേട്ടോ, ഇത് വേറെന്തോ സാധനമാണ് ഗൈസ്. ഇതിന്റെ പേരറിയാവുന്ന കമന്റ് ചെയ്യണേ. ഇത് എന്തോ ഒരു ടൈപ്പ് ആടാണ്, മാനല്ല. ചാട്ടം കണ്ടില്ലേ? ചാട്ടം മാനിനെ പോലാണ്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സാധനം എന്നുള്ളത്. ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. എനിക്ക് ഇതിന്റെ പേര് അറിയത്തില്ല. വെരി സോറി. ഇല്ല, ഇതിന് കൊമ്പില്ല. ഇത് ഒരു ടൈപ്പ് ആടാണ് കേട്ടോ. എല്ലാം പോയി. അതിന്റെ ഓർഡർ വിളിച്ചെന്ന് തോന്നുന്നു. എന്താ ഡിസിപ്ലിൻ. ഇത് കണ്ടോ, മുമ്പിലെ വ്യൂ കണ്ടോ? എന്റെ ദൈവമേ സൈർഭായ്, അങ്ങ് ദൂരെ മലകളും അതും ഇതുമൊക്കെ ആയിട്ട് കിടുക്കാച്ച് വ്യൂ. എന്റെ പൊന്നെ, വിജനമായ റോഡാണ്. നമ്മളിങ്ങനെ നൂറേന്ന് ഇങ്ങനെ പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. വേറെ ഒരു വണ്ടിയില്ല, ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല. അപ്പുറത്തും ഇപ്പുറത്തും കുറെ ആടുകളും മാനുകളും പശുക്കളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യെസ്, അങ്ങനെ നമ്മള് ലേക്ക് വക്കത്തിപ്പിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പൊ രാത്രിയില് 8 മണിയായി. നമ്മൾ 8:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഇതേപോലെയുള്ള വ്യൂ പോയിന്റുകളുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കാം. ലേക്ക് വക്കത്തിപ്പ് എന്ന് പറയുന്നത് അങ്ങ് ദൂരെ ആ ഭാഗത്ത് ഒരു ടൗൺഷിപ്പ് കണ്ടോ, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. സിംഗിൾ ലൈറ്റ് അല്ല, അത് വേറെന്തോ സംഭവം അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് അവിടുത്തെ സംഭവം. എന്തായാലും പൊളിയാണെന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ന്യൂസിലാൻഡ്. അവിടെ നിന്ന് വിട്ടിട്ട് ഇത്ര നേരം ഞാനാ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഫുള്ള് 150 കിലോമീറ്റർ കഴിഞ്ഞ്. പക്ഷെ അറിയുന്നില്ല അല്ലേ, റിലാക്സിംഗ് ഡ്രൈവ് ആയിരുന്നു. No, but we enjoyed a lot. നിങ്ങൾ ന്യൂസിലാൻഡ് വരാണെങ്കിൽ ഡോണ്ട് മിസ് ക്വീൻസ്റ്റൗൺ ആൻഡ് നിയർ ബൈ പ്ലേസസ്. ഇറ്റ്സ് അമേസിങ്. ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. എന്താ ഭംഗി നോക്ക്, ഇവിടുത്തെ ഓരോ പ്രകൃതി ഒരു രക്ഷയില്ല കേട്ടോ. സമ്മറിൽ വരിക. ഇവിടുത്തെ റോഡ് പണിത് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇവരെങ്ങനെയാണെന്ന്. ഇത്തരത്തിൽ വളരെ പരുക്കനായിട്ടുള്ള റോഡാണ് കേട്ടോ ഇവർ പണിത് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഭയങ്കര ആ ഒരു റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സൗണ്ടുമാണ്. അത് ഈ വഴുക്കൽ ഉണ്ടാവാതിരിക്കാനും, പിന്നെ മാത്രമല്ല വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കിനും മിക്കവാറും മഴ പെയ്യും ഇവിടെ. മഴ പെയ്യുമ്പോഴൊക്കെ ആ തെന്നൽ സംഭവിക്കാതിരിക്കാനും വേണ്ടിയൊക്കെയാണ് ഇത്രയും പരുക്കനായിട്ട് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു കുഴി എന്ന് പറയുന്ന സംഭവം ഇതുവരെ ഞങ്ങൾ ഇവിടുത്തെ ഒരു റോഡിലും കണ്ടിട്ടില്ല. ആളും പേരും തിരക്കും ഒന്നുമില്ലെങ്കിലും റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല കിടിലൻ റോഡാണ്. 10 പൈസ ടോളും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ തിരിച്ച് ക്വീൻസ്റ്റൗണിലെത്തി. അപ്പോൾ നാളെ നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളെ വണ്ടി റിട്ടേൺ കൊടുക്കണം. വണ്ടി റിട്ടേൺ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പെട്രോൾ അടിക്കണം വീണ്ടും. അപ്പോൾ നമ്മളിവിടെ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ട എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫ്യൂൽ അടിച്ചാൽ മതി. ആ പൈസ കൊടുത്തിട്ട്. ഇവിടുത്തെ സംഭവം കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് നൈറ്റ്. എവിടെയായിരുന്നു സ്ഥലപ്പേര് മറന്നുപോയി.
ക്യൂൻസ് ടൗൺ. യെസ്, അതൊരെണ്ണം എടുക്കുക, അതിങ്ങനെ എടുക്കുക, അത് എടുത്തിട്ട് ചൂടാക്കുക. അപ്പം വി ആർ മേക്കിംഗ് അവർ ഫുഡ് ടുഡേ. ഇതെന്തോ ഓരോന്ന് ചില നടക്കുള്ളൂ. അടക്കി ഓരോ റൊട്ടി എടുത്താൽ മതി. അപ്പം റൊട്ടി, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, പിന്നെ സൂപ്പർ സാധനമാണ്. നമ്മൾ രാവിലെ വാങ്ങിച്ച സാധനമാണത്. ദാൽ പാലക്ക്. ഇത് കൊള്ളൂല, അത് ബട്ടർ നമ്മുടെ ചിക്കൻ ടിക്ക മസാല വിത്ത് റൈസ്, അത് കൊള്ളൂല. ബിരിയാണി സൂപ്പറാണ്. മുറുക്ക് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അവർ എന്താ പറയാ ലാസ്റ്റ് ഡിന്നർ ഇൻ ന്യൂസിലാൻഡ്. നാളെ നമ്മൾ പോകാൻ പോകുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നി വഴി എവിടേക്ക്? ബാലിയിലേക്ക്. കുറച്ച് ദിവസമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു 3-4 ദിവസം ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ബാലിയിൽ. സോ ഞങ്ങൾ എട്ടും കൂടെ ബാലി പോയി തകർക്കും. എന്നിട്ട് സൈർബായി നാട്ടിൽ പോവും. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് സിംഗപ്പൂർ പോവും. സിംഗപ്പൂർ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും ശ്വേതയും ഋഷിയും കൂടെ അവിടെ വരും. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഞങ്ങളുടെ സെക്കൻഡ് ഹണിമൂൺ ഋഷിയുമായിട്ട്, ഞങ്ങൾ ആദ്യം ഹണിമൂൺ പോയ സ്ഥലത്ത് ഞങ്ങൾ ഋഷിയുമായിട്ട് പോകുന്നു. ആൻഡ് ദാറ്റ് ഈസ് ലങ്കാവി. അപ്പൊ നീണ്ട യാത്രാ വീഡിയോ നമുക്ക് നാളെ കാണാം. അതുവരേക്കും see you. ബൈ. See you.